മേഘങ്ങൾ മലകളോട് പ്രണയം ചൊല്ലുന്ന ഒരു നാട്. ഇവിടുത്തെ മഴയ്ക്കും മണ്ണിനും കാറ്റിനുമെല്ലാം ഒരു ഗന്ധം, ഒരു പൊൻതരിയുടെ പരിമളം. 7 കടലുകളും താണ്ടി ആ സുഗന്ധത്തിൻ്റെ ഉറവിടം തേടി വന്നവരിൽ അറബികളും പറങ്കികളുമുണ്ട്. പക്ഷേ ലോകം കീഴടക്കിയ ആ സൗരഭ്യത്തിൻ്റെ ഉടയോൻ ഇന്നും ഈ മലനാട്ടുകാരൻ തന്നെ. അതെ, ഇത് ആ മണ്ണിൻ്റെ കഥയാണ്, അവിടുത്തെ മനുഷ്യരുടെ കഥയാണ്, എല്ലാറ്റിനുമുപരി ഏലമെന്ന രാജ്ഞിയുടെ. എല്ലാം കായില്ലേ, ബട്ട് ഇങ്ങനെ എല്ലാം നമ്മൾ പറിക്കത്തില്ല. ഇതിൽ തന്നെ ഉണ്ടോ, ഇവിടെ താഴെ ഇരിക്കുക, അതിൻ്റെ മുകളിലിരിക്കുക, പുതിയ കായ ഇവിടെ പിടിക്കുന്നുണ്ട് 3 എണ്ണം. അപ്പം എല്ലായിടത്തും അതുപോലെ തന്നെ ഇങ്ങനെ കൊത്തെന്ന് പറയുന്ന സാധനം എന്ന് വെച്ചാൽ പഴയ ഒരു സ്ഥലത്തെ കാണിച്ചുണ്ടോ, ഇത്രയും നമ്പർ ഓഫ് ഇതുണ്ടോ, യൂണിറ്റ്സ് ഉണ്ടോ. അപ്പം നമ്മൾ ഈ താഴത്തെ ഒരെണ്ണം എടുക്കത്തുള്ളൂ, അപ്പോൾ അതായിരിക്കും പഴുക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ ക്രിപ്പറ്റ് റോഡർ എന്ന് പറയും. അതുപോലെ എല്ലായിടത്തും ഈ ഫസ്റ്റ് വൺ ആയിരിക്കും പഴുത്തത്, പിന്നെ അതിനേക്കാളും ന്യൂ വൺ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സോ ഓൾ റൗണ്ട് ദ ഇയർ നമുക്ക് ഏകദേശം ഈ 6 to 7 months ഒരു ഷെയർ നിൽക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് എടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ഫുൾ ടൈം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, നമ്മൾ എടുക്കുന്നതനുസരിച്ചിട്ട് പുതിയ വന്നുകൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം നല്ല സീസൺ ടൈമൊക്കെ ആണെങ്കിൽ 50-60 ദിവസം എടുക്കും കംപ്ലീറ്റ് എന്ന് വെച്ചാൽ ഹാർവെസ്റ്റ് തുടങ്ങിയാൽ. അതും 10-40 പേരുണ്ടെങ്കിൽ തന്നെ നല്ല സമയം എടുക്കും ഹാർവെസ്റ്റ് ചെയ്ത് മോടി കയറണമെങ്കിൽ. അപ്പം എന്നാൽ മെച്ചുറിൻ ടൈമിൽ നമ്മൾ ഇവിടുന്ന് എടുത്താൽ കറക്റ്റ് 60 days കഴിയുമ്പോൾ ഇവിടുന്ന് വരുന്നതുകൊണ്ട് അതേ ഓർഡർ ഫോളോ ചെയ്യണം. അങ്ങനെ അങ്ങനെ നമ്മളിപ്പോൾ എന്താ പറയുക, നമുക്കിപ്പം പണിക്കുള്ള കായ എടുക്കുമ്പോൾ നമുക്ക് എവിടെ നിന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓരോ തൊട്ടിക്കൊക്കെ ഓരോ പേരുണ്ട്. എന്ന് വെച്ചാൽ അവരോട് ചോദിക്കുക എവിടെ എത്തി നിൽക്കുമ്പോൾ പെരത്തൊട്ടി, താഴെ ഒരു പുളിമരമുണ്ട്, അതുകൊണ്ട് അതിന് പുളിന്തൊട്ടി എന്ന് പറയും. പിന്നെ ഇപ്പുറത്ത് കുളമൊക്കെ ഉണ്ട്, അത് കുളം തൊട്ടി. മറ്റേ മുകളിലത്തെ വീടുള്ളത് കൊണ്ട്, പക്ഷേ ഇവിടെയും പെരയാണ്, അതും പെരയാണ്. അതുകൊണ്ട് 2 പെരത്തൊട്ടി വരത്തില്ല. അതുകൊണ്ട് അവിടെ മറ്റേ പട്ടിക്കൂടി കിട്ടുന്ന പട്ടിക്കൂട് തൊട്ടി അങ്ങനെ ഓരോ സ്ഥലത്ത്. പിന്നെ ആറ്റുംകൂടുള്ള സ്ഥലത്ത് ആറ്റുംകൂട്. അങ്ങനെ ഇത് പുതിയ ഉണ്ടായി കുറച്ച് ഇപ്പം 4 ദിവസം ആയുള്ളൂ. അയാൾക്കാണ് സ്മെല്ല് ഉണങ്ങി കഴിക്കാൻ പാട്ടോ. അത് തുറന്ന് നോക്കുമ്പോൾ ഇതാണ് വരികരേഷ് എന്ന് പറഞ്ഞ സാധനം. എന്നുവെച്ചാൽ ഓവർ ബ്ലാക്ക് ആയിരിക്കും, ലൈറ്റ് ബ്ലാക്ക് ആയിരിക്കും. ശരി, അത് ബോറോണിട്ട് പ്ലാസ്റ്റിക് കയറ്റിയിട്ട് അതിനകത്തൊരു മാറ്റും. ഇത് തേച്ച് 1-2 ദിവസം വെച്ചിട്ട് ചൂട് പോകാൻ വേണ്ടി ഒഴിക്കും, അല്ലെങ്കിൽ മറ്റേ ആവി കയറി പഞ്ഞി കഴിക്കും. അപ്പോൾ 2 days അവിടെ വെച്ചിട്ട് പിന്നെ പ്ലാസ്റ്റിക് തണുക്കാത്ത രീതിയിൽ ഔദർശം ദിവസം അവിടെ നോർമൽ ടെമ്പറേച്ചറിൽ വെള്ളിൽ അങ്ങനെ സാക്കിൽ വെച്ചിട്ട് അതിൻ്റെ അടുത്ത ദിവസം പ്ലാസ്റ്റിക് 1-2 ദിവസം വെച്ച് ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ വെച്ചിട്ട് അതിനെ തെറ്റിട്ട് പിന്നെ ലോക്ക് ചെയ്ത് ഫുൾ ടൈറ്റ് ചെയ്തിട്ട് കയറ്റി. പിന്നെ എയർ സപ്ലൈ ഒന്നും കയറാത്ത പോലെ ഉണ്ട്. 2 ഷെയ്ഡ്സ് ഓഫ് ബ്ലാക്ക് ഉണ്ട്, ഡാർക്കർ ബ്ലാക്കും ഉണ്ട്, ലൈറ്റർ ബ്ലാക്കും ഉണ്ട്. ഈ ഡാർക്കർ ബ്ലാക്കിന് നമ്മൾ പഴങ്ക എന്ന് പറയും, അതിൻ്റെ ഒരു ലൈറ്റർ ബ്ലാക്കിന് നമ്മൾ വരികരിശി എന്ന് പറയും.